ഇത് ടീച്ചറല്ലേ? അക്കൈതി ടീച്ചർ. പണ്ടത്തെ സിനിമയിലെ നായിക ഹെഡ് മിസ്ട്രസ്സാ? അക്കൈതി ടീച്ചർ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടീച്ചർ. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് റെട്രോ പക്ഷെ ആ പാട്ടില് ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ല. അല്ലേ? അല്ലേ? അല്ല പിന്നെ ഇങ്ങനെ ഇടാൻ കാരണം ചുമ്മാ വിഷുക്കണി. അല്ല അതിലിങ്ങനെയാണ്. ആ പാട്ടില് ആ പാട്ടിൽ ഇങ്ങനെയാണ്. വിഷുക്കണി കളറല്ലേ? അതെ. അല്ല അവൾ ഉദ്ദേശിച്ചത് പാട്ടില് ബ്ലാക്ക് ആൻഡ് വൈറ്റ് അങ്ങനെയാണ്. അത് പറഞ്ഞപ്പോ അല്ല ഞാൻ ഉദ്ദേശിച്ച ആ പാട്ടിലെ എന്താണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ല സ്ക്രീനിന്. അത് തന്നെ കളർ പടമാണ്, പക്ഷെ ഉടുപ്പ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ല പച്ച. പിന്നെന്താ ഇതുപോലെ അത് പച്ച കിട്ടിയില്ല, അപ്പൊ ഇത് പച്ച കിട്ടാത്തോണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കി. അത്രേ ഉള്ളൂ. അതൊരു തെറ്റല്ല. അത് തെറ്റാണോ? ഒരിക്കലും അല്ല. മതങ്ങളാ ഷർട്ട് നൂരി കൊടുക്കി കുറച്ചു നേരത്തേക്ക് കളർഫുൾ ആവട്ടെ. അതെ. കാറ്റിൽ തൂവും കസ്തൂരി നിൻ വാക്ക്, അതെവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? നിന്റെ പാട്ടിലുണ്ട്. ഈ പാട്ടിലുണ്ട്, അതല്ലേ പറഞ്ഞേ. അപ്പൊ ഇതാണ് പാട്ട്. സൽദ. കണ്ണിൽ പൂവ് ചുണ്ടിൽ പാലത്തേന്. എഴുതിയത് ശ്രീമാരൻ നമ്പി സാർ. പാടിയത് നമ്മളുടെ ഈ അല്ല പറഞ്ഞുതരാ, നമ്മളുടെ വാണിയമ്മ. അത്രയും കാൽക്കുലേറ്റ്. അതെ വാണി ജയറാം. അത് വാണിയമ്മയുടെ പേര് കിട്ടാനായിട്ട് 3+4+9+10 വാണിയമ്മ. അങ്ങനെ കണക്കൂട്ടലുണ്ട്. 1977 അത് കണക്കാ അല്ലേ? അത് കണക്കാണോ? കണക്കാണ്. എല്ലാവരും കണക്കല്ലേ? പക്ഷെ പാട്ട് ഒരു കണക്കായ പോരാ, നന്നായിട്ട് പാടണം കേട്ടോ. പാടുമല്ലോ, പാടും. ക്രിസ്പി ആയിട്ട്. അതെ, ക്രിസ്പി ആയിട്ട് പാടണം. എന്തായാലും നമ്മുടെ മകള് പാടാൻ പോവല്ലേ? അപ്പൊ അതിനു മുമ്പേ ഈ സിനിമയിലെ വേറൊരു എനിക്ക് ഇഷ്ടപ്പെട്ട, നമുക്ക് ഇഷ്ടപ്പെട്ട ഏറ്റവും ബ്യൂട്ടിഫുൾ സോങ് ഇതാ, ആഖ്യാതിക്കായിട്ട്. മലർക്കൊടി പോലെ വർണ്ണത്തൊടി പോലെ, മലർക്കൊടി പോലെ വർണ്ണത്തൊടി പോലെ, മയങ്ങൂ നീ എൻ മടിമേലേ, മയങ്ങൂ നീ എൻ മടിമേലേ. അമ്പിളി നിന്നെ പുൽകി അമ്പരം പൂകി ഞാൻ മേഘമായി. അമ്പിളി നിന്നെ പുൽകി അമ്പരം പൂകി ഞാൻ മേഘമായി. നിറസന്ധ്യയായി ഞാനാരോമലേ വിടർന്നെന്നിൽ നീയൊരു പൊൻതാരമായി. ഉറങ്ങൂ കനവു കണ്ടുണരാനായി ഉഷസണയുമ്പോൾ, മലർക്കൊടി പോലെ വർണ്ണത്തൊടി പോലെ, മയങ്ങൂ നീ എൻ മടിമേലേ, മയങ്ങൂ നീ എൻ മടിമേലേ. ആരിലോ ആരിരാരോ, ആരിലോ ആരിരാരോ. ചാച്ചിക്കോ മീനുകുട്ടി, ചാച്ചിക്കോ ചാച്ചിക്കോ ചാച്ചിക്കോ. ഈ മലർക്കൊടി പോലെ എന്നുള്ള ആ പാട്ടുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കഥ പറയാം. ശ്രീമാരൻ നമ്പി സാർ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞു കേട്ടതാ. അതായത് ഈ പാട്ട് എഴുതാനായിട്ട് സൽദായെ കാണുന്നു. അപ്പോൾ സൽദ എപ്പോഴും ആ സമയത്ത് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ONV സാറുമായിട്ടാണ്. അപ്പോൾ ശ്രീമാരൻ നമ്പി സാറിനെ പറ്റി അദ്ദേഹം അത്രയും കോൺഫിഡൻ്റ് അല്ല ഇദ്ദേഹം എങ്ങനെ എഴുതും എന്നുള്ളത്. പക്ഷേ ശ്രീമാരൻ നമ്പി സാറ് നമുക്കറിയാം ജീനിയസ് ആണല്ലോ. അപ്പോൾ അവിടെ പോയപ്പോഴത്തേക്കും സൽദ ഇങ്ങനെ ഒരു ട്യൂൺ ഇട്ട് കൊടുത്തു, ഇത് എഴുതൂ എന്ന് സീരിയസ് ആയിട്ട് പറയുന്നു. അപ്പോൾ അത് നിമിഷ നേരം കൊണ്ട് തമ്പി സാർ ഇത് എഴുതുകയാണ്, എന്നിട്ട് ഇത് കൊടുക്കുകയാണ്. അപ്പോൾ സൽദ പാടി നോക്കിയപ്പോഴത്തേക്കും കൃത്യം മീറ്റർ, കൃത്യം വാക്കുകൾ, ഒരു രക്ഷയില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു യു ആർ ദ ഫാസ്റ്റസ്റ്റ് എന്ന്. അപ്പോൾ ആ രീതിയിലാണ് ഓരോ ചലഞ്ചസ്, ഓരോ വലിയ വലിയ കലാകാരന്മാർ അവർ കാലത്തിനപ്പുറം അവർ ഇങ്ങനെ ചലഞ്ചസിനെ നേരിട്ടു എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ കഥ ഇപ്പൊ പറഞ്ഞത് കേട്ടോ. അതിൽ വേറൊരു കാര്യം കൂടി ഉണ്ട്. ഈ എനിക്ക് തോന്നുന്നത് നമ്മുടെ മലയാളം പാട്ടുകളിൽ വന്നതില് ഏറ്റവും നീണ്ട പല്ലവി ഇതാന്ന് തോന്നുന്നുണ്ട്. ഏറ്റവും അധികം ലെങ്ത് ഉള്ള ഒരു പല്ലവി മലർക്കൊടി പോലെ ആയിരിക്കും. ഭയങ്കര ലെങ്ത് ഉള്ള ഒരു പല്ലവിയാണ് സുഗമോ ദേവി. ആ ട്യൂണിനനുസരിച്ച് എഴുതും വേണം, അർത്ഥം വരണം, ഇതെല്ലാം ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ട് ചെയ്തിട്ടുള്ള ഒരു പാട്ടാണത്. അപ്പൊ ഏറ്റവും എന്താ പറയാ ലോങ്സ്റ്റ് പല്ലവി എന്ന് തന്നെ പറയാം. അതെ, വളരെ ലോങ് ആയിട്ടുള്ള വേറെ പല്ലവിയുള്ള പാട്ടുണ്ട്, സുഗമോ ദേവി. ദാറ്റ്സ് ദ ഷോർട്ടസ്റ്റ് 2 വാക്ക്. യെസ്. അപ്പൊ അങ്ങനെയൊക്കെയാണ് പാട്ടുകൾ അല്ലേ? അതിലെ ആ സിനിമയിലെ ഏറ്റവും നല്ലൊരു പാട്ടാണ് ഇപ്പൊ അഖൈതി കുട്ടി പാടാൻ. അതെ അതെ. പാടിക്കോ പാടിക്കോ പാടിക്കോ. All the best. Thank you.
പാല് തേന് കാറ്റിൽ തൂവും കസ്തൂരി നിൻ വാക്ക് മനപ്പാൽ കടൽ ഒന്നു കടയാൻ മന്മഥൻ വന്നു എന്നമൃതക്കൂടം നൽകും ഒന്നു ചൊല്ലു 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 തൊഴി കണ്ണിൽ പൂവ് ചുണ്ടിൽ പാല് തേന് കാറ്റിൽ തൂവും കസ്തൂരി നിൻ വാക്ക് മനപ്പാൽ കടൽ ഒന്നു കടയാൻ മന്മഥൻ വന്നു എന്നമൃതക്കൂടം നൽകും ഒന്നു ചൊല്ലു 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 തൊഴി കണ്ണിൽ പൂവ് ചുണ്ടിൽ പാല് തേന് കാറ്റിൽ തൂവും കസ്തൂരി നിൻ വാക്ക് തൊഴി കണ്ണിൽ പൂവ് ചുണ്ടിൽ പാല് തേന് കാറ്റിൽ തൂവും കസ്തൂരി നിൻ വാക്ക് തൊഴി കണ്ണിൽ പൂവ് ചുണ്ടിൽ പാല് തേന് കാറ്റിൽ തൂവും കസ്തൂരി നിൻ വാക്ക് മനപ്പാൽ കടൽ ഒന്നു കടയാൻ മന്മഥൻ വന്നു എന്നമൃതക്കൂടം നൽകും ഒന്നു ചൊല്ലു 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 തൊഴി കണ്ണിൽ പൂവ് ചുണ്ടിൽ പാല് തേന് കാറ്റിൽ തൂവും കസ്തൂരി നിൻ വാക്ക് വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. അതെ ഇവിടെ ഇരിക്കുന്ന കൂട്ടുകാരില്ലേ ഉം. നമുക്ക് ഏറ്റവും കൂടുതൽ ഉള്ളത് എന്താ? സ്നേഹം. സ്നേഹം സ്നേഹം, ആ. കരുതൽ, യെസ്. ഇഷ്ടം. ഓക്കെ, അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. ഗൈഡൻസ്. എല്ലാത്തിന്റെയും സംസ്ഥാന സമ്മേളനമാണ് ഇവിടെ ഇരിക്കുന്നത് കേട്ടാ. അപ്പോ ഇതെല്ലാം കൂടെ ചേർക്കുമ്പോഴത്തേക്ക് ഇത്രയും ടഫായിട്ടുള്ള പാട്ട് ഇങ്ങനെ പാടുകയല്ലേ, അപ്പൊ തീർച്ചയായിട്ടും യു ഡിസേർവ് 99 on 100 today. അത് മാത്രമല്ല നമ്മുടെ അഖേദി കുട്ടിയാണ് ഇന്നത്തെ പെർഫോമർ ഓഫ് ദ ഡേ. ആരെ വിളിക്കണ്ടേ നമുക്ക്? ആരെ ഗിഫ്റ്റ് ആരല്ല, ഇന്ന് ഉണ്ണിയങ്കളിനെ വിളിക്കാം നമുക്ക്. സമാധാനത്തിന്റെ വെള്ളരി പ്രാവിനെ നമുക്ക് വിളിക്കാം. ഉണ്ണിയങ്കൾ വെൽക്കം. കൺഗ്രാറ്റുലേഷൻസ്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ പ്രൈസ് വാങ്ങണേ. അതെ, ഓൾ ദി ബെസ്റ്റ് വിഷസ്. അഖേദി കുട്ടിക്ക് ഇതിൽ കൂടുതൽ ഭംഗിയായിട്ട് പാടാനാകട്ടെ അതെ എന്ന് ആശംസിച്ചുകൊണ്ട് നല്ലവണ്ണം പല്ല് തേക്കുക. 3 നേരം തേച്ചോളൂ. അഖേദി കുട്ടിക്ക് വിലീവ് ആയിട്ടുണ്ട് ഒരു ഗിഫ്റ്റ് ഹാമ്പർ.